നമ്മളെ ക്ലാസ് സാറ് കോഡർ പിടിച്ചിട്ട് ബെഞ്ചിലേക്ക് ഇട്ടിട്ട് ഇതെടുത്തൊക്കെ മുഖത്തേക്ക് ബാട്ടി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എത്ര പ്രായം കാണും? ഒരു 12 13 വയസ്സുണ്ടാവും. ആ ഒരു കുഞ്ഞിനെ 3 അധ്യാപകർ ചേർന്നിട്ട് ക്രൂരമായിട്ട് സ്റ്റാഫ് റൂമിലിട്ട് മർദ്ദിച്ചു എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അതൊക്കെ ഇവിടെ കാസർഗോഡാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്താണ് സംഭവിച്ചിരിക്കുന്നത്. നയമാറമൂലയിലെ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അധ്യാപികനെ ഈ കുട്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് കളിയാക്കി എന്ന പേരിൽ മറ്റ് 3 അധ്യാപകർ ചേർന്നിട്ട് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചു. ആ കുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കോളറിൽ പിടിച്ചിട്ട് ടേബിളെ വലിച്ച് കടത്തിയിട്ട് മുഖത്തിലിട്ട് മത്തല്ലി. ആ സമയത്ത് ആ കുഞ്ഞിനെ മൂത്രം ഒഴിക്കൂ. അപ്പം എത്ര ശക്തമായിട്ട് അടിയായിരിക്കും. വടി കൊണ്ട് കാലിൻ്റെയൊക്കെ വളരെ ശക്തമായിട്ട് അടിച്ചു. ആ കുഞ്ഞിനെ ഫാദറിനെ കൂട്ടിയിട്ട് ചീത്ത വിളിക്കുക, ഭയങ്കര മോശപ്പെട്ട കുട്ടീൻ്റെ ഉപ്പനെയൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് തെറി വിളിക്കുക. അപ്പം ഇവർ അധ്യാപകരാണോ അതോ ഗുണ്ടകളോ? ഒരു സംശയം. കഴിഞ്ഞ ബുധനാഴ്ച കേട്ടോ ഈ സംഭവത്തിന് ആസ്പദമായ സംഭവം സ്കൂളിൽ നടന്നത്. എന്നിട്ട് അതേ സ്കൂളിൽ തന്നെ പഠിച്ച 10ാം ക്ലാസ് കഴിഞ്ഞ് പോയ ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ വിളിച്ച് സംസാരിച്ചു, മോശമായി സംസാരിച്ചു. ഈ കുട്ടീൻ്റെ ഉപ്പ് വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ്, അവനെ കൈകാര്യം ചെയ്യേണ്ട രീതിക്ക് ഞങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന നീ വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക. അപ്പോൾ എന്തോ ധാർഷ്ട്യമാണത്. വടികണ്ട് പോലും തല്ലാൻ പാടില്ല എന്ന രീതിയിൽ നിയമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇത്രയും മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടീനെ ഒരാളെ പോലും തല്ല പറ്റത്തില്ല. കാരണം അതിന് നിയമ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. എന്തോരം കാര്യങ്ങൾ നടക്കും. അപ്പം പ്രായപൂർത്തിയാവാത്ത ചെറിയ ഒരു ബാലനെ പിടിച്ചിട്ട് ഇമാതിരി തല്ല് തരണമെങ്കിൽ ഇവരൊക്കെ മനസ്സെന്തുവാ? ഇവരൊക്കെ വെറും കാശിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരല്ലേ. ഇവർ അവനെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്താ അർഹതയാവുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് എന്തോരം അധ്യാപകരാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? നമ്മളൊക്കെ എന്തോരം അധ്യാപകരെ കണ്ടിട്ടുണ്ട്. കുഞ്ഞിനോട് കാണിക്കുന്ന ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ഇവർ പണിയെ കളയാൻ പറ്റുമെങ്കിൽ അത്ര അങ്ങനെ വിടുക. കാരണം അവർക്ക് ഇവരൊന്ന് നാളെ ടീച്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യത ഇല്ലാത്തവരാണ്. ഒരു കുഞ്ഞിനെ തെറ്റുപറ്റി കഴിയുമ്പം അതിനെ തിരുത്താൻ പറഞ്ഞു കൊടുത്ത് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് അധ്യാപകനായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് എന്ത് വലിയ വേദനയായിട്ട് കൊടുത്തിരിക്കുകയെന്ന് അറിയാൻ പറ്റുമോ? അത് എക്കാലവും കഴിഞ്ഞാൽ മാറുമോ ആ ഒരു കുഞ്ഞിൻ്റെ വേദന? ഇനി നാളെ ആ കൊച്ചിൻ്റെ ഭാവി എന്താവും? ആ കൊച്ചിന് പഠിക്കാൻ പറ്റുമോ? ഇനി എല്ലാ അധ്യാപകരോടും ഇനി ആ ഒരു കൊച്ചിൻ്റെ ഒരു പേടി ഉണ്ടാവില്ലേ? ആ കൊച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ കേട്ടോ. മാഷ് ചൂരല് കാൽക്ക് മുന്നോട്ട് പാട്ടി. ഹേമന്ത് സാറ് നമ്മളെ ക്ലാസ് സാറ് കോഡർ പിടിച്ചിട്ട് ബെഞ്ചിലേക്ക് ഇട്ടിട്ട് ഇതെടുത്തൊക്കെ മുഖത്തേക്ക് ബാട്ടി. ബാറ് സാറ് പുറത്തേക്ക് വിളിച്ച് മൂത്രം ജസ്റ്റ് പോയിന്. കേട്ടില്ലേ? ആ കൊച്ചിനെ തല്ലി എന്നാണ് കൊച്ചു പറയുന്നത്. അത് ആ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. തല്ലി എന്നുള്ള വാക്കാണ്. അപ്പം എന്തുവാ ഇത് അവസ്ഥ? അവൻ 3 അധ്യാപകരിക്കല്ലേ, അവർ തളാ കൊട്ടാൻ പറയാം. 3 കാലമാളന്മാർ ചെയ്യുന്നതിലൊരു കുഞ്ഞിനെ തല്ലി എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു കേട്ടോ. അധ്യാപകരെ ഓർത്തിട്ട് വെറും അധ്യാപകരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യതയില്ലാത്തവരെ ഇറങ്ങിപ്പോകണം. അല്ലെങ്കിൽ നാട്ടുകാരെ ബഹളം വെച്ചിട്ട് ഇറക്കി വിടണം. സർക്കാർ ഇടപെട്ടിട്ട് അവരൊക്കെ ജോലിയെ തെറിപ്പിച്ച് വിടണം. അത്രേ പറയാനുള്ളൂ.